നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണക്കുകൂട്ടൽ തെറ്റി, വിപണി ഉലഞ്ഞു, നാളികേര വില ഉയർന്നില്ല, കുരുമുളക് വില കൂടി. തമിഴ്നാട്ടുകാർ കൊപ്ര സംഭരണ വില ഇടിച്ചത് ദക്ഷിണേന്ത്യൻ നാളികേര വിപണികളെ ഞെട്ടിച്ചു. മാസാരംഭം ഡിമാൻഡും മൺസൂണിൻ്റെ വരവും നാളികേര വില ഉയർത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു ലക്ഷക്കണക്കിന് വരുന്ന കർഷക കുടുംബങ്ങൾ. എന്നാൽ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് കാങ്കയത്തെ മില്ലുകാർ കൊപ്രയ്ക്ക് 250 രൂപ ഇടിച്ചതിൻ്റെ ചുവട് പിടിച്ച് കൊച്ചിയിൽ 200 രൂപ കുറഞ്ഞത് വിപണിയെ മൊത്തത്തിൽ പിടിച്ചുലച്ചു. തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണയ്ക്ക് 350 രൂപയും കൊച്ചിയിൽ 200 രൂപയും ക്വിൻ്റലിന് താഴ്ന്നു. കോഴിക്കോട്, തൃശൂർ വിപണികളിലും എണ്ണവില കുറഞ്ഞു. ഇതിനിടയിൽ പിണ്ണാക്ക് വിലയും താഴ്ന്നത് വിപണിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ ഇടയുണ്ട്. തായ്ലൻഡിൽ റബ്ബർ ഷീറ്റ് വില കുറഞ്ഞതിനിടയിൽ സ്റ്റോക്കിസ്റ്റുകൾ വിൽപ്പനയ്ക്ക് നീക്കം തുടങ്ങിയതാണ് ബാങ്കോക്കിൽ നിന്നുള്ള സൂചന. ടാപ്പിംഗ് സീസൺ അടുത്തതിനാൽ കൈവശമുള്ള റബ്ബർ വിറ്റുമാറാനുള്ള ശ്രമത്തിലാണ് ഒരു വിഭാഗം. അതേസമയം ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ ഉൽപ്പന്നം കരുത്ത് നിലനിർത്തി. വ്യവസായികളുടെ പിന്തുണയിൽ കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബറിന് 200 രൂപ വർദ്ധിച്ച് 25,200 രൂപയായി ക്വിൻ്റലിന്. ഉത്തരേന്ത്യൻ വ്യാപാരികൾ കുരുമുളക് ശേഖരിക്കാൻ മത്സരിച്ചത് ഉൽപ്പന്ന വില ഉയർത്തി. മസാല വ്യവസായികൾ ചരക്കിനായി രംഗത്ത് ഇറങ്ങിയെങ്കിലും ഡിമാൻഡിന് അനുസൃതമായി മുളക് കാർഷിക മേഖലയിൽ നിന്നും വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നില്ല. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 100 രൂപ വർദ്ധിച്ച് 70,300 രൂപയായി. ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.